സംസ്ഥാനം കണ്ട ആദ്യത്തെ സംഘടിത തട്ടിപ്പായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആട് തേക്ക് മാഞ്ചിയം പദ്ധതി. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേര് മാറ്റിയിട്ട് മരമണ്ടന്മാരുടെ സ്വന്തം നാട് എന്നാക്കുന്നതായിരിക്കും നല്ലത്. ഒരു മലയാളിയെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിപ്പിക്കുക അല്ലെങ്കിൽ അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ എവിടെ പോയാലും ആ കാര്യം വിജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മലയാളി എന്തെങ്കിലും ഒന്ന് അംഗീകരിച്ചാൽ പിന്നെ അത് ലോകത്തിലെവിടെയും അംഗീകരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഒരു കാര്യം ഒഴിച്ചേട്ടാ, എളുപ്പത്തിൽ എങ്ങനെ പണമുണ്ടാക്കാം എന്നുള്ള കാര്യത്തിൽ മലയാളി എളുപ്പത്തിൽ പറ്റിക്കാം. അത് പുറത്തെവിടെയും അത്ര വേഗം ചിലവാകുമെന്ന് തോന്നണില്ല. എത്രയും വേഗം പണം എങ്ങനെ ഇരട്ടിപ്പിക്കാം, എങ്ങനെയാണ് മറ്റുള്ളവൻ്റെ കയ്യിലുള്ള കാശ് അടിച്ച് മാറ്റാൻ പറ്റുക, ഈ കാര്യത്തിൽ മലയാളിയെ കഴിഞ്ഞ് മറ്റൊരു ജനസമൂഹമുള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ പോയിട്ടുള്ള പറ്റിക്കപ്പെട്ട വഞ്ചിക്കപ്പെട്ട ഒരുപാട് കഥകൾ 1985 മുതൽ ആടുമാഞ്ചിയം തേക്ക് കഥ മുതൽ ഇങ്ങോട്ട് ഈ കഴിഞ്ഞ ദിവസം അനന്തകൃഷ്ണൻ എന്ന ഒരു വ്യക്തി 1000 കോടി രൂപ ആയിരക്കണക്കിന് സ്ത്രീകളിൽ നിന്ന് അടിച്ചു മാറ്റി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ നമ്മൾ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കേട്ടോ. ഇതുവരെ മലയാളി കബളിപ്പിക്കപ്പെട്ട കുറച്ച് ന്യൂസ് ക്ലിപ്പുകളൊന്ന് കണ്ടു നോക്കൂ. പണം തട്ടിയ ശേഷം മുങ്ങുന്ന മണി ചെയിൻ കമ്പനികൾ ആശ്രയിക്കുന്നത് ബിറ്റ്കോയിനെയാണെന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്തെ പരിചയസമ്പന്നരുടെ വെളിപ്പെടുത്തൽ. സംസ്ഥാനം കണ്ട ആദ്യത്തെ സംഘടിത തട്ടിപ്പായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആട് തേക്ക് മാഞ്ചിയം പദ്ധതി. സംസ്ഥാനത്തെ മണി ചെയിൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക്. വിവിധ ജില്ലകളിലായി 1000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും കുറ്റപത്രം സമർപ്പിച്ചത് ഏതാനും കേസുകളിൽ മാത്രമാണ്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ആയിരക്കണക്കിന് കോടി രൂപയുടെ മണി ചെയിൻ തട്ടിപ്പ് നടന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിൽ 14,000-ഓളം പേരാണ് തട്ടിപ്പിനിരയായത്. പരാതിക്കാരുടെ കൂട്ടായ്മ ശേഖരിച്ച കണക്കനുസരിച്ച് യൂണിവേഴ്സൽ ട്രേഡിംഗ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനം കേരളത്തിൽ നിന്നു മാത്രം 3500 കോടി രൂപയിലധികം തട്ടിയെടുത്തിട്ടുണ്ട്. ഓരോ ജില്ലകളിൽ നിന്നും പലതരം വാർത്തകൾ വരികയാണ്. പല വിധത്തിലാണ് ഈ തട്ടിപ്പിലെ പിരിവുകൾ നടന്നത് എന്നുള്ള വിവരം കൂടി വരികയാണ്. സീഡ് സൊസൈറ്റികളിൽ അംഗത്വ ഫീസായി 320 രൂപയും സ്കൂട്ടർ പദ്ധതിയുടെ വ്യവസ്ഥകൾ സാക്ഷ്യപ്പെടുത്താൻ വക്കീൽ ഫീസായി 500 രൂപയുമാണ് ഈടാക്കിയത്. പിരിച്ചെടുത്ത തുകയിൽ 100 രൂപ വീതമാണ് ഫീൽഡ് പ്രൊമോട്ടർമാർക്ക് നൽകിയത്. ഓൺലൈൻ തട്ടിപ്പ് വഴി 2024 മലയാളിക്ക് 763 കോടി രൂപ നഷ്ടപ്പെട്ടു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിൽ വലിയ വിദ്യാസമ്പന്നരുണ്ട് കേട്ടോ. IT വിദഗ്ധർ 231 പേര്, ഡോക്ടർമാർ 119 പേര്, സർക്കാർ ഉദ്യോഗസ്ഥർ 112 പേര്, ബാങ്ക് ഉദ്യോഗസ്ഥർ 62 പേര്, അക്കൗണ്ടന്റുമാർ 51, സ്വകാര്യ സ്ഥാപന ജീവനക്കാർ 618, അഭിഭാഷകർ 34. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മലയാളികൾ എത്ര മണ്ടന്മാരാണെന്ന്? ഈ പഠിപ്പുള്ള വിഭാഗമുള്ള ആൾക്കാരൊക്കെ മണ്ടന്മാരായിട്ടുണ്ടെന്നുള്ള കാര്യത്തിന് തെളിവ് വേറെ എന്താ വേണ്ടത്? ഈ വാർത്തയ്ക്ക് തൊട്ട് മുകളിലുള്ള വാർത്ത തന്നെയാണ് ലേറ്റസ്റ്റായ അനന്തകൃഷ്ണൻ്റെ 1000 കോടി തട്ടിപ്പും. അനന്തകൃഷ്ണൻ മഹാമനസ്കനാണ്. എല്ലാം പകുതി വില കൊടുത്താൽ മതി. ബാക്കി പകുതി പുള്ളിയുടെ കയ്യിൽ നിന്നാണ് കൊടുത്തോളും. പുള്ളിക്ക് പലതും കിട്ടും. കമ്പനികളിൽ നിന്നൊക്കെ ഈ CSR ഫണ്ടൊക്കെ കിട്ടുമെന്നാണ് പറയണത്. അതിനെ പുള്ളി ആരോ അധികാരപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മഹാ കഷ്ടം. ഈ അനന്തകൃഷ്ണനെതിരെ 2019 വിശ്വാസവഞ്ചനയ്ക്കെതിരെ കേസ് നിലവിലുള്ള വ്യക്തിയാണ് കേട്ടോ. ആ വ്യക്തിയാണ് ഇത്രയും ഈ തട്ടിപ്പ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടത്തിയിരിക്കുന്നത്. എന്താല്ലേ നമ്മുടെ പോലീസിൻ്റെ ആ ഇൻ്റലിജൻസിൻ്റെ ഒരു കഴിവെന്ന് നോക്കിയേ. കേരളത്തിലെ പോലീസ് അധികാരികളെ സമ്മതിച്ചു കൊടുക്കണം. വഞ്ചന കേസ് നിലവിലുള്ള ഒരാൾ മന്ത്രിമാരുടെ കൂടിയും MLA-മാരുടെ കൂടിയും പ്രതിപക്ഷ നേതാവിൻ്റെ കൂടിയും വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് നാട് മുഴുവൻ നടന്ന് ഈ പണം പറ്റിച്ച് നടക്കുന്നതും കണ്ടിട്ട് ഈ പോലീസ് മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടം എന്നല്ലാതെ എന്താ പറയുക? ഇത്രയൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടും ഈ മാന്യം പറയുന്നൊന്നൊന്ന് കേട്ടു നോക്കിയാലോ. എൻ്റെ പേര് അനന്തകൃഷ്ണൻ. ഒരു പ്രോജക്റ്റ് അതിൻ്റെ അപേക്ഷ സ്വീകരിച്ച് ഒരു വലിയ കാലതാമസം വൈകുമ്പോൾ ഇത് നടക്കുമോ, അത് പറ്റിക്കപ്പെടുന്നതാണോ, തട്ടിപ്പാണോ എന്നൊക്കെയുള്ള ആശങ്കകൾ അപേക്ഷകർക്കുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു ഇതാണ്. നമ്മളെല്ലാം നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ആളുകളാണ്. നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗുണഭോക്തൃ വിഹിതം അടച്ചിട്ടുള്ളത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു വലിയ കഷ്ടപ്പാടിൽ നിന്ന് നിങ്ങൾ നേടിയെടുത്ത പണം തന്നെയാണ്. അയ്യോ ശുദ്ധ പാവം. അദ്ദേഹം പറഞ്ഞ മുഴുവനും കേൾപ്പിക്കാനുള്ള സമയവും ഇല്ല. നമുക്ക് ഈ വീഡിയോയിൽ സ്ഥലവും ഇല്ലാത്തതുകൊണ്ട്
നമുക്ക് മറ്റ് ഇതുവരെ നമ്മൾ വഞ്ചിക്കപ്പെട്ട കഥകളിലേക്ക് തന്നെ മടങ്ങാം. അന്ന് നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിയ പ്രധാന കമ്പനികളിൽ ഒന്നായിരുന്നു കോഴിക്കോട് സ്വദേശിയുടെ HYS ഫൗണ്ടേഷൻ. ഒരു വർഷം കൊണ്ട് മാഞ്ചിയം പദ്ധതിയിലൂടെ 8 കോടിയോളം രൂപ അക്കാലത്ത് HYS ഫൗണ്ടേഷൻ തട്ടിപ്പ് നടത്തിയെന്നാണ് ഏകദേശ കണക്ക്. അക്കാലത്തൊക്കെ കേരളത്തിലെ ഗ്രാമീണ ബാങ്ക് ശാഖകളിൽ നിന്ന് പോലും നൂറുകണക്കിന് DD-കളാണ് ഒരു ദിവസം ആ കമ്പനികളുടെ പേരിൽ എടുത്തിരുന്നതെന്ന് അക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള മനുഷ്യൻ്റെ ആർത്തിയുടെ നേർചിത്രമാണ് ഈ കാണുന്നത്. പണം കടം വാങ്ങിയും പണയം വെച്ച് പോലും അന്ന് ഈ കമ്പനിക്ക് DD എടുത്തിരുന്നു എന്ന വാർത്തകളും കേട്ടിരുന്നു. ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ടും മലയാളിയെ പറ്റിക്കുന്ന കഥ തുടർന്നു കൊണ്ടേയിരുന്നു. മാറ്റി പാലക്കാട് കേന്ദ്രീകരിച്ച് ഓഫീസ് തുറന്നായിരുന്നു തട്ടിപ്പ്. ഇവിടുത്തെ കേസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവർ ഈ അനീഷ് പാലക്കാട് പോയിട്ട് HYS ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങി. അത് അനന്തകൃഷ്ണനെതിരെ വ്യാപകമായ പരാതികളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. വരുന്നതിന് വേണ്ടി കായംകുളത്തിന്റെ MLA അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആദ്യം തയ്യൽ മിഷന്റെ വിതരണവും ഇതിന്റെ സീഡ് സൊസൈറ്റിയുടെ ഉദ്ഘാടനവും നടത്തിയത്. അതുകൊണ്ട് തന്നെ എന്റെ വാർഡിൽ നിന്ന് 15-ൽ പരം ആളുകൾ ഇപ്പോൾ ബൈക്കിന് വേണ്ടി 60,000 രൂപ വെച്ച് അടച്ചിട്ടുണ്ട്. അനന്തകൃഷ്ണൻ തട്ടിപ്പിന് തുടക്കമിട്ടത് സ്വന്തം നാടായ മൂവാറ്റുപുഴയിലാണ്. നാട്ടുകാരുടെ വിശ്വാസ്യത മുതലെടുത്ത്. എന്റെ പേര് ബിന്ദു. അനന്തുവിനെ വ്യക്തിപരമായി അറിയാവുന്ന ആളാണ്. അനന്തുവിനെ വ്യക്തിപരമായിട്ട് അറിയാം. എനിക്കൊരു 15 വയസ്സ് മുതൽ അറിയാവുന്ന ഒരാളാണ്. ഞാൻ ഇവിടുത്തെ ഇലക്ഷൻ്റെ BLO ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അനന്തുവിന് 18 വയസ്സായപ്പോൾ തിരിച്ചറിയൽ കാർഡ് കൊടുത്ത ആളാണ്. അനന്തുവിൻ്റെ അനന്തുമായിട്ടും പേഴ്സണലായിട്ട് വളരെ ബന്ധമുള്ള ആളാണ്. ഞാൻ അനന്തുവിന് പേഴ്സണലായിട്ട് ഈ അപേക്ഷ കൊടുത്ത ശേഷം പല പ്രാവശ്യം വിളിക്കുകയും വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോഴൊക്കെ ടീച്ചറെ തരാം, ഉടനെ തരാം, ഇന്ന് തരാം, നാളെ തരാം എന്ന് പല പ്രാവശ്യം എന്നോട് പറയുകയൊക്കെ ചെയ്തതാണ്. പറഞ്ഞിട്ടുള്ളത് ഡിസംബർ 28-ന് 100 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞു. അപ്പോഴേ നമ്മൾ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തായാലും നിങ്ങൾ വണ്ടി കിട്ടും, പൈസയൊന്നും പോകില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇത് വന്നത്. എന്നിട്ട് നമ്മളോട് പറയുന്നത് നിങ്ങൾ കേസ് കൊടുക്കല്ല, അവർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങളെ ഇതെല്ലാം തരും, വണ്ടി തരും, ക്യാഷ് വേണ്ടുന്നവർ ക്യാഷ് തരും. പക്ഷെ നമ്മളത് കാത്തിക്കാൻ തയ്യാറല്ല. ഞാൻ TV-യിലെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ വരാൻ കാര്യം. ഞാൻ കഴിഞ്ഞ വർഷം ഏപ്രിൽ 17-ാം തീയതി പൈസ അടച്ചാണ് എൻ്റെ ഭാര്യയും ഞാനും കൂടി പോയിട്ട് അങ്കമാലി തുറവൂര് വെച്ചാണ് പൈസ കൊടുത്തത്. അന്ന് ഇവർ പറഞ്ഞിരുന്നത് 100 പ്രവൃത്തി ദിവസം കൊണ്ടിട്ട് നിങ്ങളുടെ സാധനം, അതായത് ഒരു മോട്ടോർ സൈക്കിളിന് വേണ്ടിയിട്ടാണ്, സ്കൂട്ടറിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരുന്നത്, അത് 100 ദിവസം കൊണ്ടിട്ട് തരാമെന്ന് പറഞ്ഞത്. ആ 100 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് 100 പ്രവൃത്തി ദിവസമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞത്. ആ 100 ദിവസം പ്രവൃത്തി ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അന്വേഷിച്ചപ്പോൾ ഇവർ ഓരോ അവധി പറഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്. അങ്ങനെ വീണ്ടും നമുക്ക് പഴയ വഞ്ചന കഥകളിലേക്ക് മടങ്ങാം. അതും കൂടെ കേട്ടാലല്ലേ ഇത് മലയാളി എത്ര മരമണ്ടനാണ് എന്ന് മനസ്സിലാകും. 80-കളിലെ ആ തട്ടിപ്പ് കഥ ഒരിക്കൽ കൂടി. സംസ്ഥാനം കണ്ട ആദ്യത്തെ സംഘടിത തട്ടിപ്പായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആട് തേക്ക് മാഞ്ചിയം പദ്ധതി. അന്ന് നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിയ പ്രധാന കമ്പനികളിൽ ഒന്നായിരുന്നു കോഴിക്കോട് സ്വദേശിയുടെ HYS ഫൗണ്ടേഷൻ. പോലീസ് അന്വേഷണം തുടരുമ്പോഴും സംസ്ഥാനത്ത് നിക്ഷേപ തട്ടിപ്പുകാർ വിലസുന്നു. പേരുകൾ പലതാണെങ്കിലും തട്ടിപ്പ് നടത്തുന്നത് ഒരേ സംഘമാണെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. നാനോ എക്സൽ, ടൈക്കൂൺ, RNB, ലക്ഷ്യ ഇന്ത്യ തുടങ്ങി 14ഓളം പേരുകളിലാണ് വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപ തട്ടിപ്പുകൾ നടക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളെ കണ്ണികളാക്കിയുള്ള ക്യൂനെറ്റ് മണി ചെയിൻ തട്ടിപ്പിനെതിരെ പോലീസ് നടപടി കർശനമാക്കി. കമ്പനിയുടെ കേരളത്തിലെ മുഖ്യ കണ്ണികളായ 2 പേരെ എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഹമ്മദ് ജസീൽ, ഫോർട്ട് കൊച്ചി സ്വദേശി കരൺ പ്രമോദ് സാവന്ത് എന്നിവരാണ് അറസ്റ്റിലായത്. മണി ആക്ട് പ്രകാരവുമാണ് കേസ്. വിദേശ ടൂർ പാക്കേജുകളും വില കൂടിയ വാച്ചുകളും വാങ്ങി വിൽപ്പന നടത്തുന്നത് വഴി പണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകി മട്ടാഞ്ചേരി സ്വദേശി ഷുഹൈബിൽ നിന്നും 1,39,000 രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. മതി, കേട്ട് മടുത്തു. സത്യത്തിൽ ഈ മലയാളി വഞ്ചിക്കപ്പെട്ട കഥ ഇനിയും കേരളത്തിൽ ഈ വഞ്ചിക്കപ്പെട്ടതിൻ്റെ കഥ കേട്ടുകൊണ്ടേയിരിക്കും. എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള ആർത്തിയിൽ മലയാളി ഈ വഞ്ചകരുടെ കെണിയിൽ പെട്ടുകൊണ്ടേയിരിക്കും. ആ കഥ നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.